സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാനമായ എ.കെ.ജി. സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക. നിലവിലുള്ള എ.കെ.ജി. സെന്ററിന്റെ എതിർവശത്ത് 31 സെന്റിലാണ് 9 നിലകളുള്ള കെട്ടിടം പണിതുയർത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സിപിഎമ്മിന്റെ മുഖമാണ് ഈ കാണുന്ന എ.കെ.ജി. സെന്റർ. എന്നാൽ ഇന്ന് മുതൽ അതിന് ചെറിയ ഒരു മാറ്റമുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുതിയ കെട്ടിടം ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി സിപിഎമ്മിന്റെ പുതിയ മുഖമായി മാറുകയാണ് ഈ പുതിയ എ.കെ.ജി. സെന്റർ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പുതിയ എ.കെ.ജി. സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി എം.എ. ബേബി, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങി പ്രമുഖരുടെ എല്ലാവരുടെയും തന്നെ സാന്നിധ്യത്തിലായിരിക്കും വൈകുന്നേരം ഈ ഒരു പുതിയ എ.കെ.ജി. സെന്ററിന്റെ ഉദ്ഘാടനം ചടങ്ങ് ഇവിടെ നടക്കുക. നിലവിലെ പാളയത്തുള്ള എ.കെ.ജി. സെന്ററിന്റെ തൊട്ടടുത്തായി തന്നെ അതിന്റെ എതിർവശത്തായിട്ടാണ് പുതിയ എ.കെ.ജി. സെന്റർ പണി കഴിപ്പിച്ചിരിക്കുന്നത്. 31 സെന്റിൽ 9 നിലകളിലായിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പുതിയ എ.കെ.ജി. സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല 2 ഈ ഭൂഗർഭ പാർക്കിംഗ് നിലകളും ഈ ഒരു പുതിയ എ.കെ.ജി. സെന്ററിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, അതുപോലെ തന്നെ ഹാളുകൾ, സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള മുറി, PB അംഗങ്ങൾക്കുള്ള ഓഫീസ് സൗകര്യങ്ങൾ, താമസ സൗകര്യം തുടങ്ങിയവയാണ് പ്രധാനമായും ഇതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ കെട്ടിടത്തിൻ്റെ നാടമുറിക്കലും അതുപോലെ തന്നെ ശിലാഫലക അനാച്ഛാദനവും മാത്രമായിരിക്കും ഇന്നിവിടെ ഈ ഒരു പുതിയ കെട്ടിടത്തിൽ നടക്കുക. മറ്റ് ഉദ്ഘാടന ചടങ്ങുകളും മറ്റ് പരിപാടികളും ഒക്കെ തന്നെയും പഴയ എ.കെ.ജി. സെന്ററിൻ്റെ ഹാളിലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലേക്കൊന്നും ഇന്ന് പ്രവേശനം ഉണ്ടാകാൻ ഇല്ല. കാരണം കുറച്ച് പണികൾ കൂടി ഇതിന് ബാക്കി നടത്താനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പൂർണ്ണമായും ഈ പുതിയ കെട്ടിടത്തിലേക്ക് എ.കെ.ജി. സെന്റർ മാറി പ്രവർത്തിക്കുക. അപ്പോൾ അതിനു മുൻപ് എല്ലാവർക്കും ഇന്നൊരു ഉദ്ഘാടന ചടങ്ങ് എന്ന നിലയിൽ മാത്രമാണ് നടത്തുന്നത്. കുറച്ച് ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും പൂർണ്ണമായും പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറ്റുക. അങ്ങനെ പൂർണ്ണമായും മാറുന്നതോടുകൂടി തന്നെ ഇപ്പോൾ പഴയ എ.കെ.ജി. സെന്റർ അത് ഒരു പഠന ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി മുതൽ സിപിഎമ്മിൻ്റെ സംസ്ഥാനത്തെ ഒരു മുഖമായി ഈ കെട്ടിടമായിരിക്കും കാണുന്നത്. മുൻപ് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെയും പഴയ കെട്ടിടത്തിന് മുൻപിൽ പോയി നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഇവിടെ ഈ ഒരു മുഖമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആളുകൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പുതിയ കെട്ടിടം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറ പേഴ്സൺ സിജോസ് ദാഗറിനോടൊപ്പം സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.